ഹായ് ഫാത്തിമത്ത് ഹന, ഈ പ്രാവശ്യത്തെ നീറ്റ് UG 2024 എക്സാമിനേഷൻ എങ്ങനെയുണ്ടായിരുന്നു? ഓവറോൾ നോക്കുകയാണെങ്കിൽ ദ എക്സാം വാസ് ഈസി. സം ക്വസ്റ്റ്യൻസ് വർ ട്രിക്കി, പിന്നെ കോമ്പറ്റീഷൻ വാസ് വെരി ഹൈ. അതുകൊണ്ട് നല്ല മാർക്ക് കിട്ടിയാലും റാങ്ക് കുറച്ച് ഈ പ്രാവശ്യത്തെ എത്രയായിരുന്നു സ്കോർ വന്നിരിക്കുന്നത്? അൽഹംദുലില്ലാ സ്കോർ ഓഫ് 677. ഓ വെരി ഗുഡ്. സോ 2023 നീറ്റ് എക്സാമിനേഷൻ എഴുതുന്നതിന് എത്രയായിരുന്നു സ്കോർ? 399. സോ 399 ഈ ഒരു 677 എന്ന ഒരു മാർക്കിലേക്കുള്ള ജേണി എങ്ങനെയായിരുന്നു? ജേർണി പറയുകയാണെങ്കിൽ സ്റ്റാർട്ടഡ് വിത്ത് യുണീക്ക് വേൾഡ് എഡ്യൂക്കേഷൻ. എല്ലാ ടീച്ചേഴ്സും ഭയങ്കര സപ്പോർട്ടായിരുന്നു. പിന്നെ വീക്ക്ലി മോക്ക് ടെസ്റ്റ്, പിന്നെ നമ്മളുടെ ഓൺ വർക്ക് എഫേർട്ടും ഇതിൽ വലിയ പാർട്ടാണ്. ഒരു ദിവസം എത്ര മണിക്കൂർ സ്പെൻഡ് ചെയ്യായിരുന്നു സ്റ്റഡീസിന് വേണ്ടിയിട്ട്? ഇനീഷ്യലി അത്ര സമയം എടുത്തില്ല, മാക്സിമം ഒരു 8 hours അങ്ങനെയൊക്കെയായിരുന്നു. പിന്നെ എൻ്റെ ക്ലാസ് 2 months ഒക്കെ എത്തിയപ്പോൾ ഒരു 15. സാർ എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നോ ഈ ഒരു 399 677 എന്ന സ്കോറിലേക്ക് എത്തുന്നുള്ളത്? ആക്ച്വലി മോളുടെ ഇത് പ്രകാരം ഇത്രയും പ്രതീക്ഷിച്ചിട്ടില്ല. 600+ എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പിന്നെ സെൻട്രലിലത്തെ വീക്ക്ലി എക്സാമൊക്കെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ബട്ട് ദിസ് ഈസ് വെരി ഗുഡ്. ഓക്കെ ഗ്രേറ്റ്. അപ്പം വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യുന്നവരെ എങ്ങനെയായിരുന്നു മാം ആളുടെ വീട്ടിൽ നിന്നുള്ള എഫേർട്സും കാര്യങ്ങളൊക്കെ? ഫുൾ ടൈം പഠിക്കൽ തന്നെയായിരുന്നു. ഫുൾ ടൈം. ഓക്കെ. വേറെ ഒന്നും പുറത്ത് പോകാറില്ല. അവള് മര്യാദക്ക് അവളെ കാര്യങ്ങളൊന്നും അവൾ ചെയ്യാറില്ല. ഫുൾ പഠിക്കണം. ഒരുപാട് എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പഠിക്കണം. പിന്നെ പ്രെയർ അവള് മുടക്കാറില്ല. തഹജ്ജുദ് എല്ലാ നിസ്കാരങ്ങളും സ്റ്റഡീസും എല്ലാം ഒരുമിച്ചാണ് ആൾ കൊണ്ടുപോയത്. 4:30 ഒക്കെ ആകുമ്പോൾ എണീക്കും, വൈകിട്ടേ കിടക്കുള്ളൂ. ഓക്കെ. അപ്പോൾ നിങ്ങളും ആ ഒരു ടൈമിൽ അവരെ കൂടെ എണീക്കായിരിക്കും അല്ലേ? അതെ, അവൾക്ക് എല്ലാതും ആക്കി കൊടുക്കും ഫുഡൊക്കെ. ഈ പ്രാവശ്യം നീറ്റ് എക്സാമിനേഷൻ എഴുതുന്ന, അതായത് 2024 പ്രിപ്പയർ ചെയ്തിട്ട് 2025 എക്സാമിനേഷൻ എഴുതുന്ന കുട്ടികളോട് എന്താണ് ഫാത്തിമത്തെ എനിക്ക് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, ഇഫ് യു റിയലി ഹാവ് എ ഡ്രീം, ലൈക്ക് പുട്ട് ഓൾ യുവർ എഫേർട്ട്, വർക്ക് ഹാർഡ്, യു വിൽ ഡെഫിനറ്റ്ലി സീ ദ റിസൾട്ട്. പിന്നെ ആസ് എ യൂഷ്വൽ സ്റ്റോറി ഓഫ് ആസ്പിറൻസ് ഗോസ്, you will face situation where you feel like you're giving up, you'll feel really disappointed, but at that time just take a break and continue again, but never give up. So definitely we will get back to you. ഞങ്ങളുടെ ഈ വർഷത്തെ കുട്ടികൾ ഡിമോട്ടിവേറ്റ് ആയിരിക്കുന്ന സമയത്ത് will come to you. You should also motivate them, okay? Definitely.